നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പ്രധാന വിഷയത്തെക്കുറിച്ചാണ്: തിമിരം അല്ലെങ്കിൽ കാറ്ററാക്ട്. പ്രായമായവർക്ക് ഇത് വളരെ സാധാരണമായ ഒരു കണ്ണിന്റെ അസുഖമാണ്. എന്നാൽ ശരിയായ ജീവിതശൈലിയും ചില ശ്രദ്ധയും കൊണ്ട് തിമിരം വരാതെ തടയാനും ചെറിയ തോതിൽ തുടക്കത്തിൽ തന്നെ അതിനെ നിയന്ത്രിക്കാനും നമുക്ക് സാധിക്കും. ഈ വീഡിയോയിൽ തിമിരം വരാതിരിക്കാനും വന്നാൽ പോലും അതിനെ ആദ്യഘട്ടത്തിൽ തന്നെ എങ്ങനെ മെച്ചപ്പെടുത്താമെന്നും നമുക്കൊരുമിച്ച് പഠിക്കാം. തിമിരം എന്താണ്? തിമിരമെന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന്റെ ലെൻസിനെ ബാധിക്കുന്ന ഒരവസ്ഥയാണ്. ഈ ലെൻസ് മങ്ങുകയോ മേഘാവൃതമാവുകയോ ചെയ്യുമ്പോൾ കാഴ്ച മങ്ങുന്നു. പ്രായമാകുന്തോറും ഈ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുകയും തിമിരമുണ്ടാവുകയും ചെയ്യാം. പക്ഷേ 30% കേസുകൾ ജനിതകമായി വരുന്നവയാണെങ്കിൽ 70% കേസുകൾ നമ്മുടെ ജീവിതശൈലി മൂലമാണ് ഉണ്ടാകുന്നത്. അതിനാൽ നമ്മുടെ ദൈനംദിന ശീലങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ തിമിരത്തെ ഒരു പരിധിവരെ തടയാൻ സാധിക്കും. ആദ്യം തിമിരത്തിന്റെ പ്രധാന കാരണങ്ങൾ നോക്കാം. 3 പ്രധാന കാരണങ്ങളാണ് ഇതിന് പിന്നിൽ. ഒന്നാമത് ഗ്ലൈക്കേഷൻ. ഇത് ഷുഗറും കൊഴുപ്പും പ്രോട്ടീനുമായി ചേർന്ന് ലെൻസിനെ ദോഷകരമായി ബാധിക്കുന്ന ഒരു പ്രക്രിയയാണ്. പ്രത്യേകിച്ച് പ്രമേഹമുള്ളവർക്ക് ഇതിന്റെ സാധ്യത 70% കൂടുതലാണ്. രണ്ടാമത് ഓക്സിഡേഷൻ. ശരീരത്തിലുണ്ടാകുന്ന ഫ്രീ റാഡിക്കലുകൾ ലെൻസിനെ തകരാറിലാക്കുന്നു. മൂന്നാമത് കാൽസ്യം ഡെപ്പോസിഷൻ. സമ്മർദ്ദം മൂലമുണ്ടാകുന്ന ഹോർമോൺ മാറ്റങ്ങൾ കാൽസ്യത്തെ ലെൻസിൽ അടിഞ്ഞുകൂടാൻ ഇടയാക്കുന്നു. ഇനി തിമിരം തടയാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ആദ്യം നമ്മുടെ ഭക്ഷണരീതിയിൽ ശ്രദ്ധ വേണം. പച്ചക്കറികൾ, പ്രത്യേകിച്ച് ഇലക്കറികൾ ധാരാളം കഴിക്കുക. ഇവ സലാഡായി പച്ചയ്ക്ക് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം ഇലക്കറികളിൽ ലൂട്ടീനും സിയാസാന്തിനും എന്നീ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇവ കണ്ണിന്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. മുട്ടയുടെ മഞ്ഞക്കരുവും ഇതേ ഗുണങ്ങൾ നൽകുന്നു. ദിവസവും ഒരു മുട്ട കഴിക്കുന്നത് കണ്ണിന് ഗുണം ചെയ്യും. രണ്ടാമതായി ഷുഗർ അടങ്ങിയ ഭക്ഷണങ്ങൾ കുറയ്ക്കുക. മധുരപലഹാരങ്ങൾ, അന്നജം കൂടുതലുള്ള ഭക്ഷണങ്ങൾ എന്നിവ പരിമിതപ്പെടുത്തുക. പ്രമേഹമുള്ളവർ ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മൂന്നാമതായി ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് പരീക്ഷിക്കാം. ഉപവാസം ശരീരത്തിലെ വിഷാംശങ്ങളെ നീക്കം ചെയ്യാനും ലെൻസിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും. ഉദാഹരണത്തിന് 16 മണിക്കൂർ ഉപവാസവും 8 മണിക്കൂർ ഭക്ഷണവും എന്ന രീതി പിന്തുടരാം. നാലാമതായി സമ്മർദ്ദം കുറയ്ക്കാൻ ശ്രമിക്കുക. സമ്മർദ്ദം കോർട്ടിസോൾ എന്ന ഹോർമോണിന്റെ അളവ് കൂട്ടുന്നു. ഇത് കാൽസ്യം അടിഞ്ഞുകൂടാൻ കാരണമാകും. ധ്യാനം, യോഗ അല്ലെങ്കിൽ ലഘുവ്യായാമങ്ങൾ ഇതിന് സഹായിക്കും. അഞ്ചാമതായി ഒരു ലളിതമായ വീട്ടുവൈദ്യം: ലെമൺ ഹണി വാട്ടർ. ദിവസവും രാവിലെ 1 ഗ്ലാസ് വെള്ളത്തിൽ അര ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞ് 2 ടീസ്പൂൺ തേൻ ചേർത്ത് കുടിക്കുക. ഇത് ശരീരത്തിന്റെ ആൽക്കലൈൻ അവസ്ഥയെ നിയന്ത്രിക്കാനും കാൽസ്യം അടിഞ്ഞുകൂടുന്നത് തടയാനും സഹായിക്കും. കൂടാതെ വിറ്റമിൻ സി, വിറ്റമിൻ ഇ എന്നിവ ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. സിട്രസ് പഴങ്ങൾ, ബദാം, വിത്തുകൾ എന്നിവ ഇതിന് നല്ല ഉറവിടങ്ങളാണ്. പുകവലി, മദ്യപാനം, അനാവശ്യ സ്റ്റിറോയിഡ് ഉപയോഗം എന്നിവ ഒഴിവാക്കുക. ഇവയെല്ലാം തിമിരത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഒരു കാര്യം കൂടി: മൈക്രോവേവ് ഓവനുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇവയിൽ നിന്നുള്ള റേഡിയേഷൻ കണ്ണിന്റെ പ്രോട്ടീനുകളെ ബാധിച്ചേക്കാം. അതിനാൽ ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പാലിക്കുക. ഇനി തിമിരം ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടെത്തിയാൽ ശസ്ത്രക്രിയ ആവശ്യമില്ലാതെ ഈ ജീവിതശൈലീ മാറ്റങ്ങളിലൂടെ അതിനെ മെച്ചപ്പെടുത്താൻ സാധിക്കും. എന്നാൽ കാഴ്ചയിൽ വലിയ മാറ്റങ്ങൾ അനുഭവപ്പെട്ടാൽ ഒരു കണ്ണ് ഡോക്ടറെ സന്ദർശിക്കാൻ മറക്കരുത്. ആദ്യകാല ചികിത്സ വളരെ ഫലപ്രദമാണ്. അവസാനമായി നമ്മുടെ കണ്ണുകൾ വളരെ വിലപ്പെട്ടതാണ്. ചെറിയ ശ്രദ്ധയിലൂടെ നമുക്കവയെ ആരോഗ്യകരമായി നിലനിർത്താം. ഈ ടിപ്പുകൾ ദിവസവും പിന്തുടരുക. നല്ല ഭക്ഷണം കഴിക്കുക, സമ്മർദ്ദം കുറയ്ക്കുക, ഉപവാസം പരീക്ഷിക്കുക. ഇവയെല്ലാം നിന്റെ കണ്ണുകളെ തിമിരത്തിൽ നിന്ന് സംരക്ഷിക്കും. നന്ദി. എല്ലാവർക്കും നല്ല ആരോഗ്യം നേരുന്നു. ഇനിയും ഇതുപോലുള്ള ഹെൽത്ത് ടിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ഐക്കൺ അമർത്തൂ. വീണ്ടും കാണാം. ടേക്ക് കെയർ.